ചാലശ്ശേരിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ചാലശ്ശേരി പൂരം 3 ജില്ലക്കാർക്കും കൂടിയിട്ടുള്ള ഒറ്റ പൂരം. 3 ജില്ലക്കാർക്കും കൂടിയിട്ട് പോർക്കിറച്ചി തിന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടിയൻ ചേട്ടൻ്റെ കടയാണ്. ഈ വഴിക്ക് ഇങ്ങനെ വന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനൊരു ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ആളെ കണ്ടത്. അങ്ങനെ ആളെടുത്ത് വന്ന് ഈ സംഭവം കഴിച്ചപ്പോൾ അന്ന് മുതൽ ഞാൻ വിചാരിച്ചാണ് ഈ വിവരം ഒന്ന് കാണിക്കണം എന്നുള്ളത്. സംഭവം എന്താ വെച്ചാൽ ഞാൻ അന്ന് കുറച്ച് തിരക്കും കാര്യങ്ങളായ സമയത്ത് നമുക്കിത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ ഫ്രീ ആയിരിക്കുമ്പോൾ ഞാൻ വന്നതാണ് തടിയൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കഴിക്കാമല്ലോ ചേട്ടാ, എന്തൊക്കെ നമുക്ക് കഴിക്കാണ്ടാവുന്നത്. കപ്പയുണ്ട്, ചിക്കനും ഉരുളക്കിഴങ്ങും ഇട്ടൊരു വെറൈറ്റി കറിയാണ്. നാളികേരപ്പാലൊക്കെ വെച്ച് ചിക്കൻ്റെ നീലഗിരി ബിരിയാണി. ഒരുവിധം നീലഗിരിയിലൊക്കെ ടൂറൊക്കെ പോണതാണ്. നീലഗിരി ബിരിയാണി കൂടുതലും പോർക്ക് ബിരിയാണി ഉണ്ട് കേട്ടോ. ഇത് കൊടുക്, വയനാടൻ കൊടുക് മസാല ഉണ്ടാക്കണം, പോർക്ക് ഫ്രൈ. നമുക്ക് പട്ടാമ്പിക്കാർക്ക് പോർക്കിറച്ചി കെട്ടിറച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാകമില്ല. കാര്യം പറയട്ടെ, ഞാൻ എയർപോർട്ടിൽ പോയിട്ട് വരുമ്പോണ്ടല്ലോ അവിടുന്ന് സാധനം മേടിച്ചുകൊണ്ട് ചെയ്യാം. ഇപ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് വിടുന്ന ആൾക്കാരാണിച്ചുണ്ടല്ലോ, ആ ആൾക്കാർക്കൊക്കെ കിടു സാധനോട് സൂപ്പറാണ്. നമുക്ക് ചില ദിവസങ്ങൾ മാത്രമേ നമ്മുടെ ഏരിയയിൽ പോർക്കിറച്ചി കിട്ടുള്ളൂ അല്ലേ. നമ്മൾ തടിയൻ ചേട്ടൻ എല്ലാ ദിവസവും പോർക്കിറച്ചിക്കുള്ള സൗകര്യമുണ്ട്. ചേട്ടാ അതെങ്ങനെയാണ് നമുക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ? ശനിയാഴ്ച കാലത്ത് 6-7 മണി മുതൽ അവിടെ സ്റ്റാർട്ട് ചെയ്യും. ഒരു 11 മണി 12 മണി വരെ ഇവിടെ ഈ ഷോപ്പിലുണ്ടാവും. ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ആൾ പോർക്കിറച്ചി സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് കട്ട് ചെയ്ത് നമുക്ക് എത്രയാണോ കിലോ വേണ്ടി ചിലത് ചെയ്യണത് അത് കഴിഞ്ഞതിന് ശേഷമാണ് മൂപ്പര് തട്ടുകടയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിൽ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം കേട്ടോ. അത് അവരോട് പോർക്കിറച്ചി നമുക്ക് ഇവിടുന്ന് കഴിക്കൽ മാത്രമല്ല, വീട്ടിലേക്ക് വാങ്ങിക്കണം എന്ന് വെച്ചാൽ ബൾക്കായിട്ട് വാങ്ങിക്കണം എന്ന് വെച്ചെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യട്ടെ ആളേനായിട്ട്. അടുത്തുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദുബായിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അത് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇവിടുന്ന് 2 കിലോ 3 കിലോ എങ്ങനെ വേണമെങ്കിലും കേടാതെ 4 ദിവസം ഇരുന്നാലും കേടുവരാത്ത ലെവലിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരികയാണ്. അപ്പൊ ഗസ്റ്റിന് വേണ്ടിട്ട് ഒരു കിലോ ക്വാണ്ടിറ്റി താഴത്തേക്ക് ഇല്ല. അതിന് മേലേക്ക് എത്ര വേണിച്ചാലും പോർക്കിന്റെ ഏത് ഐറ്റംസ് വേണിച്ചാലും ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ കിട്ടും. എന്ത് വേണമെങ്കിലും ചങ്കുവെട്ടി മുതൽ ആൾക്കാർ ചങ്കുവെട്ടി, വളാഞ്ചേരി, കോട്ടക്കല്, അതുപോലെ കുറ്റിപ്പുറം, എടപ്പാളെന്ന് കൂടുതൽ പിള്ളേർ വരുന്നത്. എടപ്പാൾ ഭാഗത്ത്, ചാവക്കാട് ഭാഗത്ത് വരുന്നുണ്ട്. ചാവക്കാട് ഈ സൈഡിൽ നിന്ന് എരുമപ്പെട്ടി, മങ്ങാട് അവിടെയുള്ള ലെവലുള്ള പിള്ളേരൊക്കെ വരുന്നുണ്ട്. 24 മണിക്കൂറും കിട്ടും. അതെങ്ങനെ സൗകര്യപ്പെടുത്തണത്? സൗകര്യപ്പെടുത്തുന്നത് ഇവിടുന്ന് ഞാനൊരു ശനിയാഴ്ച ദിവസം കാലത്തെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഇതൊക്കെ പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് 1 കിലോ 1/2 കിലോന്റെ കവറായിട്ട് വീട്ടിൽ ഫ്രീസറിൽ വെക്കും. പിന്നെ എനിക്ക് ഡെയിലി ഇവിടെ വേണമല്ലോ. അപ്പൊ അതിന്റെ കൂടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എടുത്തു കൊടുക്കുകയും ചെയ്യും. ഏത് പാതിരിക്ക് വന്നാലും സാധനം കിട്ടും. അത് ഓൾറെഡി ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് തന്നെ 1 കിലോ 1/2 കിലോ കവറാക്കിയിട്ട് ഫ്രീസറിൽ കൊണ്ടുവയ്ക്കും. അപ്പൊ പിന്നെ കൊടുക്കുക സൗകര്യമാണല്ലോ. പൂരങ്ങളായാലും പെരുന്നാളുകളായാലും വീട്ടിലെന്ത് വിശേഷ ദിവസങ്ങളായാലും ദുബായിക്ക് പോകാനുള്ളതായാലും അത് വൈകിട്ട് വേണമെങ്കിൽ കാലത്ത് പറയണം. കാലത്ത് പറയണം. അപ്പൊ വൈകുന്നേരം സെറ്റ് ചെയ്തിട്ട് പറയും. അതാട്ടോ അതില് നമുക്കൊരു കാര്യം പറയട്ടെ, ഈ പോർക്കിറച്ചി നമുക്ക് പുറമേക്ക് ഒന്ന് കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ബീഫ്, ചിക്കൻ സാധനങ്ങളൊക്കെ ഉള്ള അവൈലബിൾ. അപ്പൊ ഈ സാധനം നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്ത് പല ആൾക്കാർക്ക് അറിയില്ല. ഇപ്പൊ പട്ടാമ്പി ഭാഗത്തു നിന്നുള്ള ആളുകളെ വരാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ചാലശ്ശേരിയിൽ നിന്ന് നമ്മൾ പോലീസ് സ്റ്റേഷൻ റോഡിനോട് വന്നിട്ട് നമ്മളെ കല്ലുമ്പ്ര റോഡിന് നമ്മളാണ് നേരെ വരണം. നമ്മൾ ചങ്ങരക്കുളം റോഡിന് കയറരുത്, കല്ലുമ്പ്ര റോഡിനോട് കയറിയിട്ട് നമ്മളാണ് വരുന്ന ടേണിംഗ് പോയിന്റ് നമുക്കൊരു കുരിശുപള്ളി കിട്ടും. ആ കുരിശുപള്ളിയുടെ ഏരിയയിൽ വന്നിട്ട് വെച്ചാൽ നമ്മുടെ തടിയൻ ചേട്ടൻ്റെ നമ്മൾ ഈ ചെറിയൊരു തട്ടുകട, ഇത് വെറൈറ്റി ആയിട്ടുള്ള ഇന്നത്തെ ഒരു സാധനം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അതായത് ആള് സ്ഥിരം ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് സാധനം തീരാണ്ട് നമുക്ക് കിട്ടി. അത് കാരണം നീലഗിരി ബിരിയാണി ഞങ്ങളിന്ന് കഴിച്ചു നോക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ബാക്കിയുള്ള ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞത് ഇതിൽ പോർക്ക് ചാപ്സ്. ഞങ്ങൾ വരാൻ കുറച്ച് വൈകാറ് കൊണ്ടേ ആളുടെ കയ്യിൽ ബൾക്കായിട്ട് ഒരു കുറേ വെച്ചുണ്ടാക്കില്ല. ആൾ വെച്ചുണ്ടാക്കുന്ന സാധനങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ കട അടയ്ക്കും. അപ്പോൾ ആളുടെ കോൺടാക്ട് നമ്പറേ കൊടുക്കാം. നമ്മൾ കഴിക്കാനായിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് പുറപ്പെടാനായിട്ട് മുന്നേ അയാട്ടിനെ വിളിക്കണം. സാധനം ഉണ്ടോ, സാധനം സെറ്റ് അല്ലേ എന്ന് ചോദിച്ചിട്ട് വിളിച്ചു പറഞ്ഞാൽ നമ്മൾ 10 മണി 11 മണി സാധനം മാറ്റിക്കും ഇവിടെ. 10-11 മണി വിളിച്ച് പറയാൻ സാധനം എടുത്തേക്കെന്ന് പറയുന്നത്. ഇത് പോർക്ക് ചാപ്സ്. ഇത് കുറച്ച് വലിയ പീസാണ്. വലിയ പീസ് അല്ലേ. ഇത് പോർക്ക് വിന്താലു. ചെറിയൊരു മധുരൊക്കെ ഉണ്ട്. ഇത് പച്ചക്കടുക്, പച്ചലുവൊക്കെ അരച്ചുണ്ടാക്കണ. അതിന്റെ ചോയ മാറാൻ വേണ്ടി ചെറിയ കഷ്ണങ്ങൾ ഇതിടും, ശർക്കര ഇടും. വെറൈറ്റി ടേസ്റ്റ് ആണ്. ഇതേ പോർക്ക് വിന്താലു പറഞ്ഞ സാധനം. ഈ സാധനം കഴിച്ചു നോക്കിയോട്ടെ കേട്ടോ. തടിയൻ ചേട്ടന്റെ സ്പെഷ്യൽ സാധനങ്ങളുടെ ഐറ്റംസ് കേട്ടോ. ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് അല്ലേ. അത് കയ്പ്പ് മാറാൻ വേണ്ടിയിട്ടുള്ള കയ്പ്പ് വേറെ ലെവല്. കൊടുക് ഫ്രൈ പറഞ്ഞ സാധനമായിട്ട് മക്കളത്. ഇപ്പം വിന്താളുടെ ടേസ്റ്റ് വാലങ്ങനെ കിടക്കണാരെ കൊണ്ടേ പൊളിയാണ്. അല്ലാണ്ട് ഞങ്ങളോടത് പറയില്ല. ഇത് വേറൊരു ടേസ്റ്റ് അല്ലേ. വേറെ മസാലയാണിത്. സംഭവം വേറെ മസാല. മസാല 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം.
ഇത്രത്തോളം പറഞ്ഞില്ലേ, ഇനി ഇവിടുത്തെ ഒരു ആംബിയൻസ് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഒന്നേ തിരക്കില്ലാതെ കാരണം നമുക്ക് ഈ കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാൻ പറ്റി. ഇന്നിപ്പോൾ തടിയൻ ചേട്ടനും മോളും മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഒരു ആംബിയൻസ് നോക്ക്. നമ്മൾ ഇങ്ങനത്തെ ഒരു സ്വസ്ഥമായിട്ട് സ്ഥലത്ത് വന്നിരുന്നിട്ടാണ് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തോന്നുക അല്ലേ? ഇവിടെ പുറത്ത് നല്ല ഓപ്പൺ എയറിൽ ഇരുന്നിട്ട് നമുക്കിങ്ങനെ കാറ്റും കൊണ്ടിരുന്നിട്ട് പറയാം. വലിയ ഒരു അനർത്ഥമില്ലാത്ത തിക്കുനിരക്കില്ലാത്ത എപ്പോഴെങ്കിലും ഒരു ഓട്ടോ വരണ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വലിയൊരു ട്രാഫിക്കിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല. നല്ല അടിപൊളി ഏരിയയുടെ അത് ഫുഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം കാണിച്ചു തരാട്ടോ. വായമ്പാ ചെറിയൊരു ഇരുട്ടൊക്കെ ഉണ്ട്, സംഭവം കിടുവാണ് ക്ലൈമറ്റ്. അപ്പോളേ നമുക്ക് കഴിക്കാനായിട്ട് എടുത്തിറക്കണതേ നൂൽപുട്ടുണ്ട്. നൂൽപുട്ട്, കൊള്ളി, പിന്നെ നമ്മുടെ പോർക്ക് ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ റൈസ് എടുത്തിട്ടുണ്ട്. അത് പോർക്ക് ബിരിയാണി. ഇത് പോർക്ക് ബിരിയാണി. ഇത് പോർക്ക് ബിരിയാണി. ഇത് പോർക്ക് ബിരിയാണി. അത് നീലഗിരി. ഇത് നീലഗിരി. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ട് എടുത്തിറക്കണത്. അപ്പോൾ നമുക്ക് ഇത് ഞങ്ങളൊന്ന് കഴിച്ചു നോക്കട്ടെ. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ടീംസ് ഉണ്ടല്ലോ, നമ്മുടെ അളിയന്മാർ സ്ഥിരമായിട്ട് ഇവിടുത്തെ കസ്റ്റമർ കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല അഭിപ്രായമാണ് പറയാനുള്ളത് അല്ലേ? എന്താ അഭിപ്രായം പറയാനുള്ളത്? അടിപൊളിയാണ്, ഫുഡ് അടിപൊളിയാണ്. ഞാനും അത് കേട്ടാണ് പട്ടാഭിന്ന് എത്തിയത്. ചേട്ടൻ്റെ അഭിപ്രായം എന്താ? സൂപ്പറാണ്. ചേട്ടനോ? ഞങ്ങളത് പെട്ടെന്ന് തീരല്ലേ ആലോചിച്ച് തിന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് പോരുക, കഴിക്കുക. പട്ടാമ്പിക്കാറ്റ് ഗ്യാരണ്ടി. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് കാണുന്നവരെ ബൈ.